Ladies and gentlemen, in cinema, there are stars, there are superstars, and then there are legends who redefine cinema itself. Tonight, we are blessed to witness the presence of a phenomenon here, an actor who has lived 1,000 lives on the silver screen, a name that echoes in the heart of millions, the pride of Malayalam cinema, the complete actor, the Dada Saheb Phalke Award winner, Padma Bhushan Mohanlal. Before we invite him to address the audience, I would invite your kind attention to the LED wall for an AV, an audio-visual video, please. മലയാളത്തിന്റെ അനശ്വര നക്ഷത്രം, ഇന്ത്യൻ സിനിമയുടെ മഹാനടൻ, താൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിന്റെയും ആത്മാവ് തൊട്ടറിഞ്ഞ് ജീവൻ നൽകിയ അപൂർവ കലാകാരൻ മോഹൻലാൽ. സ്വാഭാവികതയുടെ അതിരുകൾ കടന്ന അഭിനയത്തിലൂടെ മനുഷ്യവികാരങ്ങളുടെ സൂക്ഷ്മതകളെ അതീവ ലാളിത്യത്തോടെ അവതരിപ്പിച്ച് തലമുറകളിൽ സ്വാധീനം സൃഷ്ടിച്ച കലാകാരൻ. വീട്ടിൽ കാണിക്കുന്ന വികൃതരം തന്നെ സിനിമയിലും കാണിക്കുന്നു. താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ തന്നെ. വില്ലൻ വേഷങ്ങളിൽ നിന്ന് ആരംഭിച്ച് നായക സ്ഥാനത്തെത്തി സിനിമയുടെ ഭാഷ തന്നെ മാറ്റിമറിച്ച അദ്ദേഹം ഓരോ ചിത്രത്തിലും പുതുമയും ആഴവും ചേർത്ത് അഭിനയത്തിന്റെ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു. 4 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം, കൂടാതെ പത്മശ്രീയും പത്മഭൂഷണും ഉൾപ്പെടെ അനവധി ബഹുമതികൾ നേടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി ഉയർന്ന അദ്ദേഹം സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 4 പതിറ്റാണ്ടുകളായി കലാലോകത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാനടൻ ഒരു വ്യക്തി മാത്രമല്ല, ഒരു വികാരമാണ്. മലയാളികളുടെ ഹൃദയമിടിപ്പാണ്. ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കേരളത്തിന്റെ സംസ്കാര സൗരഭ്യവും കലയുടെ നൃത്തതാളങ്ങളും പാരമ്പര്യത്തിന്റെ പ്രഭയും ഒന്നിച്ചൊരു ഉത്സവമാകുന്ന ഈ മാസ്മരിക ജനോത്സവത്തിലേക്ക് മലയാളികളുടെ ഹൃദയമിടിപ്പായ നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നതെന്നറിയാം. എന്നാൽ അദ്ദേഹത്തെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കൗതുകപരമായ ഒരു ചടങ്ങ് ഈ വേദിയിൽ നടക്കേണ്ടതുണ്ട്. നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ജനോത്സവത്തിൻ്റെ ഒരു ലോഗോ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം കുരുത്തോലയിൽ ചെയ്തിരിക്കുന്ന ഒരു കുരുത്തോല പക്ഷിയാണത്. ആ ഒരു കുരുത്തോല പക്ഷി ഇവിടെ അദ്ദേഹം ഔപചാരികമായി വിഷ്വലി അദ്ദേഹം ഈ പക്ഷിയെ ഇവിടെ പറത്തി വിടുകയാണ്. ആ ഒരു ചടങ്ങിലേക്കായി ഏറെ ആദരവോടെ പത്മഭൂഷൺ മോഹൻലാലിനെ, നമ്മുടെ സ്വന്തം ലാലേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ പത്മഭൂഷൺ മോഹൻലാൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സദസ്സിലും ഉപവിഷ്ടരായ മഹത് വ്യക്തികൾ, പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഡൽഹി മലയാളികളെ, എല്ലാവർക്കും വളരെ
മനോഹരമായ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത് അവിടുത്തെ അനന്യമായ കലാ സാംസ്കാരിക പാരമ്പര്യം കൊണ്ടുകൂടിയാണ്. ലോകത്തെ തന്നെ ആദ്യകാല നാടക അവതരണങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിക്കപ്പെടുന്ന കൂടിയാട്ടം മുതൽ ക്ഷേത്രകലകളായ കഥകളിയും രാമനാട്ടവും കൃഷ്ണനാട്ടവും തുടങ്ങിയ ക്ഷേത്രകലകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു നാടാണ് കേരളം. കൂത്തും തുള്ളലും കടന്ന് മോഹിനിയാട്ടവും തിരുവാതിരയും പോലുള്ള ശാസ്ത്രീയ നൃത്ത ആവിഷ്കാരങ്ങളിലൂടെ തെയ്യവും തിറയും തിറയാട്ടവും പടയണിയും കാക്കരശിയും അടങ്ങുന്ന ഗോത്ര നാടോടി പാരമ്പര്യങ്ങളിലേക്ക് നീളുന്ന നമ്മുടെ കലാപാരമ്പര്യത്തിൻ്റെ ചരിത്രാതീതമായ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് ലോകം അവയിൽ പലതിനെയും പൈതൃക കലകളായി കണ്ട് അംഗീകരിക്കുന്നത്. മാർഗംകളിയും ചവിട്ടുനാടകവും ഒപ്പനയും മാപ്പിളപ്പാട്ടും ദഫുമുട്ടും കൈരളിയുടെ മഹത്തായ മത സൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണങ്ങൾ കൂടിയാണ്. സോപാന സംഗീതത്തിൻ്റെ ആർദ്ര സൗമ്യതയിൽ നിന്ന് പഞ്ചാരി മേളത്തിൻ്റെ ആസുര താളത്തിലേക്ക് നീളുന്ന നമ്മുടെ സംഗീത വഴികളും വിശ്വകീർത്തി നേടിയതാണ്. ഇതൊക്കെയും നമുക്ക് മലയാളികൾക്ക് കേവലം കലാരൂപങ്ങൾ മാത്രമല്ല, തലമുറകളുടെ ആത്മാവും വിശ്വാസവും പ്രതിഫലിക്കുന്ന പൈതൃക സ്വത്തും കൂടിയാണ്. മലയാളി ആവുന്നതും കേരളമാകുന്നതും മാതൃഭാഷയ്ക്കൊപ്പം നമ്മുടെ അതുല്യവും അമൂല്യവുമായ ഈ പാരമ്പര്യ പൈതൃക കലാ സാംസ്കാരിക ധാരകളെ അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അതാണ് പരമാർത്ഥം. ഓരോ മലയാളിയും അത് അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ നിയോഗമോ ദൗത്യമോ ആയി തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ തലമുറ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ദൗത്യ നിർവഹണം വേണ്ടത്ര ഫലപ്രദമായി സംഭവിക്കുന്നുണ്ടോ എന്നതിൽ ആത്മപരിശോധന ഉണ്ടായതിൻ്റെ ഫലമായി ഉദിച്ചു വന്ന ആശയമാണ് ജനോത്സവം എന്ന ഈ മഹാമേള എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരത തലസ്ഥാനമായ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം മലയാളികൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. അതിൽ തന്നെ കേരളത്തെ ഓണത്തിനും വിഷുവിനും മാത്രം ഗൃഹാതുരത്തോടെ ഓർക്കാൻ നിർബന്ധിതരായി പതിറ്റാണ്ടുകളായി ഇവിടെ സ്ഥിര താമസം ആക്കിയവരാണ് ഏറെ. അവരുടെ പുതുതലമുറയ്ക്ക് സിനിമയിലും ടി വിയിലും മറ്റ് മാധ്യമങ്ങളിലുമായിട്ടല്ലാതെ നമ്മുടെ സാംസ്കാരിക സമ്പത്ത് നേരിട്ട് ആസ്വദിക്കാനും അതിൻ്റെ നിറവും രുചിയും മഹത്വവും തൊട്ടും കണ്ടും അറിയാനുള്ള സുവർണാവസരം എന്ന നിലയ്ക്കാണ് ജനോത്സവം ഇവിടെ സംഘടിക്കപ്പെടുന്നത്. മലയാളിയുടെ സാംസ്കാരിക തനിമ കീർത്തികേട്ട കലാകാരന്മാരിലൂടെ പ്രവാസി മലയാളി സമൂഹത്തിന് മുന്നിലെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൻ്റെ പൗരാണിക ക്ഷേത്രമുറ്റങ്ങളിലും തറവാട്ടകങ്ങളിലും കാവുകളിലും പാടങ്ങളിലുമൊക്കെ ഒതുങ്ങിയ നമ്മുടെ ശാസ്ത്രീയ നാടോടി കലാരൂപങ്ങളെയും സമാനതകളില്ലാത്ത സംഗീത ശ്രേണികളെയും രുചിഭേദങ്ങളെയും തത്സമയ അവതരണങ്ങളിലൂടെയും പ്രദർശനം, ചർച്ചകൾ, സ്വതോഹരണ പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെയും എല്ലാം അവതരിപ്പിക്കുകയാണ് ജനോത്സവം. സാംസ്കാരിക കേരളത്തെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ 3 നാളുകളിലേക്ക് പറിച്ചു നടാൻ ഉദ്യമിച്ചുകൊണ്ട് ഇങ്ങനെ വേറിട്ടൊരു പരിപാടിക്ക് മുൻകൈയെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം, കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം, ഡൽഹി സർക്കാർ, ദൂരദർശൻ, ജനം സൗഹൃദവേദി എന്നിവർ നിശ്ചയമായും അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെ കേരളത്തിൽ നിന്നുള്ള ഒരു എളിയ കലാകാരൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഇനിയുള്ള 3 പകലുകളും രാത്രികളും മഹത്തായ ഒരു സാംസ്കാരിക കുടമാറ്റത്തിൻ്റേതാണ്. നാനാത്വത്തിലെ ഏകത്വത്തെ തിരിച്ചറിയാനുള്ള അസുലഭ അവസരമെന്ന നിലയ്ക്കും വൈവിധ്യത്തിലൂന്നിയുള്ള ദേശീയതയുടെ തിരിച്ചറിവെന്ന നിലയ്ക്കുമായിരിക്കും ജനോത്സവം മലയാളികളടക്കമുള്ള ഡൽഹി നിവാസികളുടെ ഹൃദയങ്ങളിൽ ചേക്കേറാൻ പോകുന്നത് എന്നെനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിൻ്റെ കലാസാംസ്കാരിക സംഗീത സബരികൾക്ക് ഇന്ദ്രപ്രസ്ഥം ഒരു സ്ഥിരം വേദിയായി മാറട്ടെ എന്നും പാരമ്പര്യവും യുവത്വവും കൈകോർക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമായി ജനോത്സവം വളരട്ടെ എന്നും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്ന നിലയിലും ലോകത്തെമ്പാട് നിന്നുമുള്ള വിനോദസഞ്ചാരികൾ
പതിവായി എത്തുന്ന ഇടമെന്ന നിലയിലും ഡൽഹിക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനോത്സവം ഡൽഹിയിൽ അരങ്ങേറുമ്പോൾ അതൊരു ലോകമെമ്പാടുമുള്ള ആസ്വാദകരിലേക്ക് നമ്മുടെ കലകളെയും സംഗീതത്തെയും എത്തിക്കുന്ന സാംസ്കാരിക ഉത്സവമായി മാറുകയാണ്. കടൽ കടന്ന് സുഗന്ധദ്രവ്യങ്ങൾ ലോകത്തെ കീഴടക്കിയതുപോലെ നമ്മുടെ സാംസ്കാരിക സൗരഭ്യവും ആകാശങ്ങൾ താണ്ടി ലോക ഹൃദയങ്ങളെ കീഴടക്കട്ടെ. ഈ കലാമേളയുടെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ച ഇതിൻ്റെ പിന്നാമ്പുറത്തെ ഓരോരുത്തരെയും മലയാളി എന്ന നിലയ്ക്കും അതിലുപരി ഭാരതീയൻ എന്ന നിലയ്ക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയപൂർവ്വമുള്ള നമസ്കാരം. ഒരിക്കൽ കൂടി നല്ല ഒരു സായാഹ്നം നേരുന്നു. അടുത്ത 3 ദിവസം വളരെ ഗംഭീരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. May I now invite Shri G. Suresh Kumar, the Executive Chairman of Janam TV, and Shri Rajiv Anjal, Film Director, to present a shawl and memento to Padma Bhushan Mohanlal as a token of our appreciation and gratitude. May I also invite Shri Ramesh Nambiar, representing Delhi Malayalis, Shri Ramesh Nambiar, Global Vice President of Tata Sons, to kindly come over to the dais to present a memento to Padma Bhushan Mohanlal. Also inviting Shri Venkata Venkat, Chairman of VPVV Techno Constructions Private Limited, who is also a proud sponsor, inviting him to present a shawl to Padma Bhushan Mohanlal. Thank you.